ഉള്ളി ക്യാരറ്റ് ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും ഞാനിവിടെ നട്ടുണ്ടാക്കും. കുറച്ച് പോകുന്നത് കണ്ടോ, 3 തൈ ഇതിൽ ഒരേ ഫലം കിട്ടും നമുക്കിത്. പ്രത്യേകതയാണ് ഇത്. എന്താണ് ഇതിപ്പോൾ കാണാം, ഇത് കണ്ടോ, മണ്ണിരയാണ് ഇപ്പോൾ ഇത്. എന്താ. നമസ്കാരം, ഗ്രീൻ വെഞ്ചേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷമില്ലാത്ത പച്ചക്കറി എന്നത് ഇന്ന് എല്ലാവരുടെയും വലിയൊരു ആഗ്രഹമാണ്. എന്നാൽ അത് എങ്ങനെ നമ്മുടെ വീട്ടുമുറ്റത്ത് പ്രായോഗികമാക്കാമെന്നതിനെക്കുറിച്ച് പലർക്കും അറിയില്ല. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മീനങ്ങാടിയിൽ ഉള്ള വർഷങ്ങളായി പൂർണ്ണമായും ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന രഞ്ജൻ എന്ന കർഷകൻ്റെ വീട്ടിലേക്കാണ്. അദ്ദേഹത്തിൻ്റെ കൃഷി വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എത്ര കാലമായി കൃഷി തുടങ്ങിയിട്ട്? ജൈവ കൃഷി തിരഞ്ഞെടുക്കാനുള്ള കാരണം? ഞാൻ കൃഷി തുടങ്ങിയിട്ടൊരു 40-45 വർഷമായി. പിന്നെ ജൈവ കൃഷി തുടങ്ങാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളെ മക്കൾക്ക് കൊടുക്കാൻ നമുക്കൊന്നുമില്ല. നമ്മൾ അസ്തമിച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, മണ്ണേ കൊടുക്കാനുള്ളൂ. അപ്പോൾ ആ മണ്ണ് ജീവനുള്ളതായിരിക്കണം. അതാണ് എൻ്റെ ഒരു ഉദ്ദേശം. അതുകൊണ്ടാണ് ജൈവ കൃഷിയിലൂടെ തന്നെ മുന്നോട്ട് പോകുന്നത്. പിന്നെ മാത്രമല്ല, മണ്ണിലെ സൂക്ഷ്മാണുക്കളൊക്കെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചത്ത മണ്ണാണ് ഇപ്പം നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ജീവനുള്ളതാക്കി മാറ്റാൻ വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെപ്പോലുള്ള ജൈവ കർഷകർ. അതാണ് ഇതിൻ്റെ വേറൊരു പ്രശ്നം. വെള്ളം മുതൽ എല്ലാം നമുക്ക് കീടനാശിനി ഉപയോഗിച്ചത് മാത്രമേ കുടിക്കാനുള്ളൂ. അതാണ്. അതുപോലെ ജൈവ കൃഷിയിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് കീടങ്ങളാണ്. ഈ രോഗം വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോഴത്തെ തിയറി. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും നല്ല രോഗം വരാതെ ചികിത്സിക്കുക. അപ്പോൾ രോഗം വരാതെ ചികിത്സിക്കാൻ വേണ്ടി നമ്മൾ ദശപർണി, അതായത് പത്തില കഷായം എന്നൊക്കെ പറയും മലയാളത്തിൽ, ഇതൊക്കെ കൂട്ടി ഉണ്ടാക്കിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ മാത്രമല്ല, അതിൻ്റെ കൂടെ നമ്മൾ സൂഡോമോണസ് നമ്മൾ ഉപയോഗിക്കലുണ്ട്. അത് കൃഷിഭവനിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. അത് ഉപയോഗിക്കുന്നത് ഒരു ജൈവ കുമിൾനാശിനിയും കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളും പിന്നെ അതായത് പഞ്ചഗവ്യം, പിന്നെ അതേപോലെ നമ്മളെ പത്രം, പഴങ്ങളൊക്കെ ഒപ്പിച്ച് കൂട്ടി ഉണ്ടാക്കുന്ന ഒരു വളവും കൂടെ അതിൻ്റെ കൂടെ ഉണ്ട്, ലിക്വിഡ് വളം. അതും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ തൈകളിലേക്ക് സ്പ്രേ ചെയ്യുന്നത്. അപ്പം മറ്റുള്ള അണുക്കളൊന്നും ഇതിൽ വരാറില്ല. പിന്നെ വേപ്പെണ്ണ നല്ല ഒറിജിനൽ കിട്ടാത്തത് കൊണ്ട് നമ്മളത് യൂസ് ചെയ്യുന്നില്ല. വേപ്പെണ്ണേനേക്കാളും നല്ല സാധനങ്ങളാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മൂലകങ്ങൾ. അതിപ്പോൾ ഓൾറെഡി എൻ്റെ അടുത്ത് ഉണ്ട്, അത് ഞാൻ ചെയ്യുന്നുമുണ്ട്. ഇതാണ് ദശപർണി. ഇത് നമ്മൾ തൈയിലേക്ക് ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ട് ഒരു 30 ദിവസമായി. ഇതിനി ഒരു 10 ദിവസം കൂടെ വേണം ഈ ദശപർണി ഉപയോഗിക്കണമെങ്കിൽ. ഇതും കൂടെ ഉപയോഗിച്ച് അരിച്ച ശേഷം 1 ലിറ്ററിന് 40 ലിറ്റർ വെള്ളം ഉപയോഗിച്ച് ഇതിനെ സ്പ്രേ ചെയ്യും. എന്നാലേ ഇത് നമുക്ക് യുക്തമായ രീതിയിൽ ഇതിന് രോഗപ്രതിരോധ ശേഷിക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ ഇതൊരു പരീക്ഷണമാണ്. ഇത് മണ്ണിര കമ്പോസ്റ്റാണ്, ആരും ചെയ്യാത്തതാണ്. ഇത് എൻ്റെ കൃഷിക്കാരനാണിത്. അതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത്. എന്താണ് ഇതിപ്പോൾ കാണാം, ഇത് കണ്ടോ, മണ്ണിരയാണ് ഇപ്പോൾ ഇത്. എന്താ ഉണ്ടല്ലേ, ഇത് മണ്ണിര. ഇത് ചെറിയൊരു ഇനം, അതായത് വെള്ളത്തിൽ ഉണ്ടാവുന്ന മണ്ണിരയാണിത്. വെള്ളമാണ് ഇതിൻ്റെ മെയിൻ ഘടകം. പിന്നെ ഡ്രൈ ആയിട്ട് ഉണ്ടാക്കുന്ന മണ്ണിരയാണ് ഇതൊക്കെ. ഇതിൻ്റെ അടിയിൽ ഇപ്പോൾ കൈയിടാൻ പറ്റില്ല. ഇതിൻ്റെ അടിയിലാണ് ഇപ്പോൾ മണ്ണിര ഉണ്ടാവുക. എന്താ വെച്ചാൽ വേനലാണ്, ചൂടിനെ അതിജീവിക്കാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് ഏറ്റവും അടിയിലാണ് ഈ മണ്ണിര ഉള്ളത്. ഓസ്ട്രേലിയൻ മണ്ണിരയാണത്. 1 കിലോയുടെ അടുത്ത് 100 ഗ്രാം ഇട്ടാൽ മതി ആ വളം. ആ വളം, അതാണ് അതിൻ്റെ പ്രത്യേകത. അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. ഇത് മാത്രം ഇട്ടുണ്ടാക്കിയ വള്ളിയാണ് ഇത്. ഈ കാണുന്ന വള്ളി അത് മാത്രം ഇട്ടിട്ടുണ്ടാക്കിയത്. അത് ഓരോന്ന് എൻ്റെ പരീക്ഷണശാലയിൽ ഇങ്ങനെ ഞാൻ പരീക്ഷിച്ചുകൊണ്ട് നിൽക്കും. ഒരൊറ്റ മൂട്. അതിന് പേരുമുണ്ട്, സമ്പത്ത് എന്ന് പറഞ്ഞ പേര്. ഉണ്ടാക്കുന്ന കമ്പോസ്റ്റാണിത്. ഇതാണ് നമ്മളെ ഇതിൻ്റെ കമ്പോസ്റ്റ്. അതാണ് പശുവിൻ്റെ ഗോമൂത്രവും ചാണകവും ഒക്കെ ഇട്ടുണ്ടാക്കിയ, ശർക്കരയൊക്കെ ഇട്ടുണ്ടാക്കിയ കമ്പോസ്റ്റാണിത്. ഈ കമ്പോസ്റ്റാണ് നമ്മളെ എല്ലാത്തിനും ഉപയോഗിക്കുന്ന സാധനം. ഇത് മറ്റുള്ള കമ്പോസ്റ്റുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇടുക. അതായത് ഈ ഫാമിൽ വരുന്നായാലും ഒരു വസ്തു പോലും വേസ്റ്റായി പോകുന്നില്ല.
എല്ലാം പ്രൊഡക്റ്റ് ആണ് നമുക്ക്. അതെ എല്ലാം ഇത് വേറൊരു കമ്പോസ്റ്റാണിത്. ഇത് ഇനി നമ്മളിടും. ഇതിപ്പോ പുഴു വന്നല്ലോ, ഇനി ഇതിനാണ് നമ്മൾ ഇതിപ്പോ ഇത്ര ഈ 20 ലിറ്റർ കമ്പോസ്റ്റ് ഉണ്ട് ഇത്. അതെ, ഇതിന് 150 ലിറ്റർ വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ചിട്ട് 200 ഗ്രാം വെള്ളം മാത്രമേ തൈകൾക്ക് ഇടുള്ളൂ. അതിൽ കൂടുതൽ ഇട്ട വല്ലാണ്ട് വലുതായി 20 മില്ലി 20 മില്ലി 200 മില്ലി 20 മില്ലി 20 മില്ലി മതിയോ? 20 മില്ലി മതി. അത്ര സ്ട്രോങ് അത്. അതാണ് അതിലിടുന്ന സാധനം. ഇതിനി നമ്മളെ വേറെ തരം കമ്പോസ്റ്റാണിത്. ഇതിപ്പോൾ ഇത് ചാണകം മാത്രമാണ് ഈ നടുവിൽ കാണുന്നത്. ഇത് ചാണകം മാത്രമാണ്, ഇതിൽ വേറെ ഒന്നും മിക്സ് ആക്കിയിട്ടില്ല. ഇതിപ്പോൾ ചാണകം വാടി. ഇനിയിപ്പം നമ്മൾ ഇതിൻ്റെ മുകളിൽ ഈ ചാണകം കംപ്ലീറ്റ് ഇങ്ങോട്ട് വടിച്ചു മാറ്റിയ ശേഷം അടിയിൽ കോഴിവളം നിരത്തും. കോഴിവളം നിരത്തി അതിൽ ചകിരിച്ചോറ് നിരത്തും. അതിൻ്റെ കൂടെ ഈ ഡീകമ്പോസ്റ്റ് നമ്മൾ ഒഴിച്ചു കൊടുത്ത ശേഷം പിന്നെ അതിൻ്റെ മുകളിൽ ഈ കാലിവളം പിന്നിയിടും. അങ്ങനെ ഒരു 6 ലെയറാക്കിയ ശേഷം നമ്മളത് മൾച്ച് ചെയ്ത് വെക്കും ഒരു 40 ദിവസം. മൾച്ച് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഒരു തൈക്ക് നമ്മൾ ചാണകം ഒരു കൊട്ട ഇടേണ്ട ബദൽ ഇത് 2 കിലോ ഇട്ടാൽ മതി. അപ്പോൾ നമുക്കതിനുള്ള ഈൽഡും ആ തൈയിൻ്റെ ഫലഭൂഷ്ഠിതവും ആ തൈയിൻ്റെ കറുപ്പും വേറെ തന്നെയാണ്. ഇതൊക്കെ അങ്ങനെ പ്രോസസ്സ് ചെയ്ത് വെച്ചതാണ് ഈ 2 ഭാഗവും. ഇനിയിപ്പം നമ്മൾ ഇടാൻ സമയമായി. വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നതനുസരിച്ച് നമ്മൾ ഇത് ഇട്ട് കൊടുക്കും. ഉള്ളി, ക്യാരറ്റ് ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും ഞാനിവിടെ നട്ടുണ്ടാക്കും. അത് ഞാൻ പ്രോസസ്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കും, എൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കും. ഇത് ഒരു തരം മുളകാണ്. ഇത് എനിക്കൊരു എൻ്റെ സുഹൃത്ത് തന്നതാണ്. ഇത് ഇത്ര പന്തലിക്കില്ല എന്ന് അയാളെ പറഞ്ഞു. എൻ്റെ ഈ ജൈവവളം കൊണ്ട് മാത്രമാണ് ഇത് ഇത്ര 4 അടി വട്ടത്തിന് പന്തലിച്ചത്. ഇതൊരു ഡിഫറെൻ്റ് ടൈപ്പാണ്. നല്ല എരിവും ഉണ്ടാവും. ഇതിൽ പഴവും ഉണ്ട്. ഇതാ അതിൽ പഴവും കാര്യങ്ങളും ഉണ്ട്. ഇത് വെളുത്ത കാന്താരിയാണിത്. ഇത് നമ്മളെ ആവശ്യത്തിന് ഞാൻ മുളകൊന്നും വാങ്ങലില്ല. ഇതിന്ന് തന്നെ നെള്ളിപ്പറിച്ച് ഉണ്ടാക്കുന്നതാണ്. ഇതൊരു തരം മുളകാണ്. പലതരം മുളകും എൻ്റെ കയ്യിലുണ്ട്. ഇത് ബ്രോക്കോളി. ഇതൊക്കെ വെട്ടിപ്പോയതാ ഇന്നലെ. ഇത് നാടൻ തക്കാളി. ഇതിന് നമ്മൾ ഒരു മരുന്നോ ഒന്നുമില്ല. ഇത് നാടൻ തക്കാളി. പിന്നെ ഇതൊരു പരീക്ഷണമാണ്. ഇപ്പോൾ എവിടെയും തക്കാളി വളരുന്നുണ്ട്. അപ്പോൾ ഒരു ബാരൽ നമുക്ക് വേസ്റ്റ് ആവുന്നതിലുപരി അടിയിൽ കൂടിയും എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതിൻ്റെ അടിയിൽ കൂടിയാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത്. തക്കാളി തൈ ഉണ്ടാക്കിയിരിക്കുന്നതാണിത്. അതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു മറുഭാഗത്ത് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കും. ഇതിൻ്റെ മറുഭാഗത്ത് ഇതാ കിഴങ്ങ്. ഇത് മറ്റേ ഇതാണ് സ്വീറ്റ് കോണാണ്. അതിൻ്റെ അടിയിൽ നമ്മൾ കിഴങ്ങിട്ട്. ഇത് രണ്ടിൻ്റെയും പ്രായം ഇത് 2 മാസവും അതിന് 3 മാസവുമാണ് പ്രായം. അപ്പോൾ ഇത് കഴിയുമ്പോൾ ഏതാണ്ട് ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് കിഴങ്ങ് പറിച്ചെടുക്കാം. ഇതും അതുപോലെ തന്നെ ഇത് ഒരു തരം നാടൻ തക്കാളിയാണ്. അത് ഇത്ര നീളം ഉണ്ടാവുള്ളൂ. അതിനെ ഇങ്ങനെ നമ്മൾ സംരക്ഷിച്ചു പോകുന്നത് കണ്ടോ. 3 തൈ ഇതിൽ ഒരേ ഫലം കിട്ടും നമുക്കിത്. ഇതിൽ നമ്മൾ കമ്പോസ്റ്റ് വളങ്ങളൊക്കെ ഇതിലിട്ട് കൊടുക്കും. ഇത് തക്കാളി എല്ലാം ഒരേ ടൈപ്പ്. ഇത് തക്കാളി വേറെ. ഇത് നമ്മളെ നാടൻ തക്കാളി. ഇത് നാടനിലും നാടൻ. അപ്പൊ നമ്മൾ ഹോൾ ഇട്ടിട്ട് അതിന്റെ ഉള്ളിൽ വിത്തിട്ട് കൊടുക്കും. വിത്ത് തൈ ഉണ്ടാക്കും. തൈ ഉണ്ടാക്കിയിട്ട് ഇല വെട്ടിയിട്ട് അത് ഇതിന്റെ ഉള്ളിൽ കൂടെ കയറ്റും. അതാണ് അതിന്റെ പ്രത്യേകത. പിന്നെ ഇത് എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇതൊരു തൈന്ന് എല്ലാവരും പോസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ്. ഞാനിത് മറ്റേ ശീമക്കൊന്നേല വളർത്തി വിട്ടത്. എനിക്ക് അതാണ്ട് ഒരു തൈന്ന് 3500 രൂപയോളം ഒരു വർഷം കിട്ടുന്നുണ്ട്. 2 തൈ ഉണ്ട്. സാധാരണ ഈ കോൺക്രീറ്റ് അതിലാണ് നമ്മൾ പ്രകൃതി സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇതിൽ നല്ല സപ്പോർട്ടായി. മാത്രമല്ല വളവും കൂടുതലുണ്ട്. വളവ് കൂടുതലുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇത് സ്ട്രോബെറിയാണ്. നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായ പഴം ഇവിടുന്ന് കിട്ടും. ഇത് കണ്ടോ, സ്ട്രോബെറി ഉണ്ടോ, കണ്ടോ കഴിക്കുന്ന. ഇതൊരു പഴമുണ്ട്. ഇതാ കണ്ടോ, ഇത് സ്ട്രോബെറി. നമ്മുടെ ക്ലൈമറ്റിലും നമ്മളതൊന്നും ആവാത്തതൊന്നുമില്ല. ഇതെല്ലാം പ്രത്യേകത ഇതെല്ലാം ജൈവ രീതിയിലാണ്. ഇതിലിപ്പോ പിണ്ണാക്ക് പുളിപ്പിച്ചിട്ടതാണ് ഇത്. കണ്ടോ, 2-3 ദിവസമായിട്ടുള്ളൂ ഇട്ടിട്ട്. എത്ര മൂടുണ്ടാവും? ഇത് ഏതാണ്ട് 10 മൂടുണ്ട്. അതിന്റെ തലയിൽ ഇവിടെ ഒരു വാട്ടർ ഹോൾ ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ കോളിഫ്ലവർ ഇതിൽ നട്ടു വെച്ചത്. ഇതാണ് അടുത്ത തക്കാളി തൈകൾ. കിഴങ്ങും തക്കാളി. ഇതിപ്പോൾ വെയിലായതുകൊണ്ട് അപ്പോൾ വാടി നിൽക്കുന്നത്. കിഴങ്ങ് കണ്ടോ, ഇതിലെ കൂടി അപ്പോൾ അത് പടർന്നിരിക്കുന്നത് അടിയിൽ കൂടെ. മുകളിൽ തക്കാളിയും മധുരക്കിഴങ്ങാണ് ഇപ്പോൾ ഇത്. ഇതിൽ വെള്ളം അടിച്ചു കൊടുത്ത് ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എല്ലാം ബുഷായിട്ട് എഴുന്നേറ്റ് വരും. നമ്മളെ സാധാരണ പറമ്പിൽ കാണുന്ന ടൈപ്പ് അല്ലല്ലോ. അപ്പോൾ എലി വന്ന് നശിപ്പിക്കും. അത് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പരീക്ഷണം നടത്തിയിരിക്കുന്നത്. ഇതിങ്ങനെ ഓരോ പരീക്ഷണങ്ങളും ഞാൻ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും.
അത്യാവശ്യം തക്കാളിയും വെണ്ടക്ക അതെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. കോളിഫ്ലവർ എല്ലാം, പിന്നെ ചോളം പിന്നെ ഇതാ തക്കാളി, അതാ നാടൻ തക്കാളി, അത് അതിൽ കായ്ച്ചിരിക്കുന്നുണ്ട്. വലിയ പരിചരണം ഒന്നും കൊടുക്കൂല. അത് അവരുടെ ഇഷ്ടത്തിന് അത് നന്നായി വളർന്നോളും. ഇത് മധുരക്കിഴങ്ങ്, അത് മധുരക്കിഴങ്ങ്, അത് മധുരക്കിഴങ്ങ് ഒരു തരം, ഇത് വേറൊരു തരം. വേറെ ടൈപ്പ് മധുരക്കിഴങ്ങ്. ഇത് വയലറ്റ് ആയിരിക്കും അടി, അതിന്റെ കിഴങ്ങ് വയലറ്റ് ആയിരിക്കും. ഇത് വേറൊരു തരം മധുരക്കിഴങ്ങ്. ഇത് മരത്തിൽ വേണമെങ്കിലും പടർത്താം, അങ്ങനത്തെ സാധനം ഇത്. ഈ കിഴങ്ങ് എന്നുവെച്ചാൽ ഒരു ഇത്ര നീളം ഉണ്ടാവും, കപ്പക്കിഴങ്ങ് പോലെ വലുപ്പം ഉണ്ടാവും. മല്ലിച്ചപ്പ്, പുതിന. ഇത് പുതിനല്ലേ? അത് മല്ലിച്ചപ്പ്. ഇത് മല്ലിച്ചപ്പ്. അത് മല്ലിച്ചപ്പ്. ഇത് മറ്റേ എന്താണ്, ഇതും മല്ലിച്ചപ്പ് തന്നെ, വേറൊരു വെറൈറ്റിയാന്ന് മാത്രം. ഇത് പുതിന. ഇതാണ് പുതിന. നമ്മൾ ആവശ്യത്തിനുള്ളതൊക്കെ കിഴങ്ങ്. ഇതാ മുളക്, ഇതുണ്ടോ മുളക്, അത് വയലറ്റ് മുളകാണ്, നല്ല എരിവുണ്ടാവും. ഒരു ചട്ടിയിലായതാണ് അപ്പോൾ അത്. ഇതൊക്കെ പറിച്ചതിൻ്റെ ബാക്കിയാണത്. വേണ്ട, 1 കിലോ എനിക്ക് കിട്ടും അത്. ഇത് അടുത്ത ക്യാബേജ്. സ്ഥലം നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ക്യാബേജ് നമുക്ക് ആവശ്യത്തിനുള്ളത്. ഇതൊരു മധുരക്കിഴങ്ങ് കണ്ടോ, ഇതുണ്ടോ ഇല വ്യത്യാസം. ഇത് അധികം പടരൂല. ഇത് നമുക്ക് ഇങ്ങനെ ഇതിൽ കൊട്ടയിലായിട്ടും ഉണ്ടാവും. ഇത് കൊട്ടന്ന് വെച്ചാൽ പശുക്കൾക്ക് തീറ്റ കൊടുത്തതിന്റെ ബാക്കി ടബ്, കേടുവന്ന ടബാണ്, നമ്മൾ വേസ്റ്റാക്കി കളയുന്നതിന് പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കുകയാണ്. ഇത് ഡാലി അങ്ങനെ ഒരു പാത്രത്തിലിട്ട് പരീക്ഷണം. ഇതും കേടുവന്ന പാത്രമാണ്. അത് നമ്മളെ തേനീച്ചപ്പെട്ടി, അത് പുറ്റുതേൻ എന്ന് പറയും. അത് പുറ്റുന്ന് പിടിച്ചോണ്ട് വന്നതാണ്. അതിന് പുറ്റുതേനാണ്. അതിനെ പിടിച്ചോണ്ട് വന്ന് പെട്ടിയിലാക്കിയതാ. അതിപ്പോൾ 1 മാസമായി അത് ഇട്ടിട്ട്. നമുക്ക് തേന് കിട്ടും. തേന് കിട്ടും. ഒരു ദിവസം കൃഷിക്കായി എത്ര സമയം മാറ്റി വെക്കുന്നത്? ഇപ്പൊ ജൈവ കൃഷി എന്ന് പറയുമ്പോൾ നമ്മൾ, അതായത് അതൊരു വലിയ ചോദ്യം തന്നെയാണ് എൻ്റെ മുന്നിൽ. എന്താ വെച്ചാൽ ഞാൻ 4:30 എഴുന്നേൽക്കുന്ന ഒരു മനുഷ്യനാണ്. രാവിലെ എഴുന്നേറ്റ് എൻ്റെ പ്രഭാത പരിപാടികൾ കഴിഞ്ഞ് പശുത്തൊഴുത്തിലേക്ക് കഴിഞ്ഞ് അവരെ കുളിപ്പിക്കുന്നു, ആ ചാണകം മാറ്റുന്നു, പിന്നെ ചാണകം ഒന്നിച്ചൊരു ഭാഗത്ത് കൂട്ടിയിടുന്നു. അപ്പോഴത്തേക്കും നമ്മളെ ഹെൽപ്പർ വരുന്നു, അവർ ആ ചാണകം എടുത്ത് മാറ്റി വേറെ സ്ഥലത്തിടുന്നു. പിന്നെ ഈ മൂത്രം ശേഖരിക്കുന്നു, അത് ഇതിലേക്കിടുന്നു, തൈകളുടെ അടുത്ത് പരിചരണത്തിന് പോകുന്നു, പശുക്കളെ കെട്ടുന്നു. അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് എന്താ വെച്ചാൽ, ഞാൻ ഇടയ്ക്ക് ആലോചിക്കലുണ്ട്, ഈ 24 മണിക്കൂർ എന്നുള്ളത് 48 മണിക്കൂറായി കിട്ടിയാലോ എന്നുള്ളൊരു തോന്നൽ മനസ്സിലില്ലായിരിക്കില്ല. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ കൃഷി. വളപ്രയോഗം ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ എല്ലാവരും ഇടുമ്പോൾ ഒന്നിച്ചൊരു അതിൻ്റെ ചോട്ട് കൊണ്ട് ഇട്ടിട്ട് കാര്യമില്ല. നമ്മളൊരു മീറ്റർ മാറ്റിയിട്ട് മാത്രമേ വളരുള്ളൂ. അതിൻ്റെ തെങ്ങിനെയാണെങ്കിൽ തെങ്ങിൻ്റെ ഓലേൻ്റെ അറ്റ എവിടെയുണ്ടോ അത്രയും ദൂരം അതിൻ്റെ വേര് പ്രസരിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് കുറച്ച് വളം ഇട്ട് കൊടുത്താൽ തന്നെ ഇത് വലിച്ചോളും. വളം ഇട്ടതും കൊണ്ട് കാര്യമില്ല, ഇതിനെ മൾച്ച് ചെയ്യണം. പഴയ വേസ്റ്റ്, മറ്റേ കരിയില, ഇതൊക്കെ ഇട്ടിട്ട് മൾച്ച് ചെയ്യണം. എന്നാൽ മാത്രമേ അത് ആ വളം അതിലേക്ക് പിടിക്കുള്ളൂ. വെറുതെ കുറേ വളം ഇട്ടതും കൊണ്ട് കാര്യമില്ല. പിന്നെ ഇതിനെ സംബന്ധിച്ചോളം, ജൈവ കൃഷിനെ സംബന്ധിച്ചോളം ചിലവ് കൂടുതലാണോ എന്ന് ചോദിച്ചാൽ അധ്വാനം കൂടുതലാണ്. കെമിക്കൽ കൃഷിനെ സംബന്ധിച്ചോളം അധ്വാനം കുറവാണ്, ചിലവ് കൂടുതലാണ്. ഇതിന് അധ്വാനം കൂടുതലാണ്. എപ്പോഴും നമ്മൾ ഇതിൻ്റെ പുറകെ മൾച്ച് ചെയ്യുക, അങ്ങനെയുള്ള കുറേ പരിപാടികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. കൃത്യമായിട്ട് ഫോളോ അപ്പ് ഉണ്ടാവണം. ഫോളോ അപ്പ് എപ്പോഴും വേണം, എന്നാലേ സക്സസ് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ പരമാവധി നിരീക്ഷിക്കണം. നിരീക്ഷിക്കണം. പിന്നെ ജൈവ കൃഷിനെ സംബന്ധിച്ചോളം ഒരിക്കലും കാട് നമ്മൾ നശിപ്പിച്ച് കളയാൻ പാടില്ല. തോട്ടത്തിലെ കാടുകൾ എപ്പോഴും അതിൽ വളർന്നിരിക്കണം. ആ കാട് ചീഞ്ഞിട്ടാണ് നമുക്ക് വളമായി വേറെ തരത്തിൽ കിട്ടുന്നത്. അപ്പോൾ വിത്തുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന വിത്തുകൾ ഏതാണ്ട് 80% ഞാൻ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്. എൻ്റെ അടുത്ത് 100 വർഷം പഴക്കമുള്ള വിത്ത് വരെ ഉണ്ട്. അതായത് 100 വർഷം ഞാൻ ഉണ്ടാക്കിയതല്ല, നമ്മളെ കാരണവന്മാരായിട്ട് ഉണ്ടാക്കി വെച്ച വിത്തുകളും ഞാൻ അത് സൂക്ഷിക്കുന്നുണ്ട്. സ്ഥലം കുറവുള്ളവർക്കും ഒക്കെ നമുക്ക് വേണമെങ്കിൽ ജൈവ കൃഷിയൊക്കെ ചെയ്യാന്നാണ്. സ്ഥലം കുറവുള്ളവർക്കാണ് ഏറ്റവും സുഖമായിട്ട് ജൈവ കൃഷി ചെയ്യാൻ പറ്റുക. എന്താ വെച്ചാൽ ജൈവ കൃഷിക്ക് എന്ന് വെച്ചാൽ അധ്വാനം കൂടുതലുണ്ട്. അതിൻ്റെ പുറകെ നമ്മൾ എപ്പോഴും പോകണം. രാസവളമാണെങ്കിൽ ഒരു സഞ്ചിയിലെടുത്തുകൊണ്ട് പോയി തൂളിയാൽ മതി. ഇത് അതുപോലെ ഇത് കൊട്ടയിൽ തന്നെ കൊണ്ടുപോകണം. കൊട്ടയിലും കന്നാസിലും ആയിട്ട് കൊണ്ടുപോകണം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ വെള്ളം ഒഴിക്കുന്നത്, നമ്മൾ സാധാരണ പോലെ വെള്ളം നനയ്ക്കുന്നത് ഈ എപ്പോഴൊക്കെ വെള്ളം ഒഴിക്കേണ്ടത്, അതായത് സമയക്രമം ഉണ്ടോ? അമിതമായി വെള്ളം ഒഴിക്കുന്നതിന് സമയക്രമമുണ്ട്. വെള്ളം ഒഴിക്കുന്നത് നമ്മൾ അമിതമായിട്ട് ഒരു തൈക്കും വെള്ളം ഒഴിക്കാൻ പാടില്ല. അമിതമായിട്ട് ഒഴിക്കുമ്പോൾ ആ മണ്ണിലെ വളക്കൂറ് സുഷിരങ്ങളിലൂടെ അടിയിലേക്ക് പോകും. അത് ഒരിക്കലും ഈ വേരുകൾക്ക് കിട്ടൂല.
അപ്പോൾ അതുകൊണ്ട് മേൽമണ്ണ് മാത്രമേ നനയാവൂ. അതാണ് ജൈവ കൃഷീൻ്റെ ഒരു പ്രത്യേകത. പരമാവധി മൾച്ച് ചെയ്യണം. മൾച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ചണ്ടി അതുപോലത്തെ സാധനങ്ങളൊക്കെ വേസ്റ്റുകളൊക്കെ തെങ്ങിൻ്റെയും കവുങ്ങിൻ്റെയും ഒക്കെ ചോട്ടിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ബാക്ടീരിയകൾ കൂടുതലാവും, അതിൻ്റെ എണ്ണം ഇരട്ടിച്ചോണ്ടേ നിൽക്കും. എനിക്ക് കൃഷിഭവൻ നല്ല ഹെൽപ്പ് ഉണ്ട്. കൃഷിഭവൻ എല്ലാം അവർ നിരീക്ഷിക്കുകയും നമ്മളെ കൊണ്ട് പരമാവധി അവർ നമ്മളിൽ നിന്ന് കുറേ അനുഭവങ്ങൾ ചോദിക്കലും ഒക്കെ കൂടുതലായിട്ടുണ്ട്. പിന്നെ അവർ തന്നെ എനിക്ക് സമയമുണ്ടെങ്കിൽ അവർ പല ക്ലസ്റ്റർമാർക്കും ക്ലാസ് എടുക്കാനും ഇതിനൊക്കെ എന്നെ വിളിക്കലുമുണ്ട്. ജൈവ കൃഷിയിലേക്ക് വരുന്നവരോട്, പുതുതായി വരാൻ താല്പര്യമുള്ളവരോട് രഞ്ജൻ സ്വാമിക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ്? അതായത് അതിൽ താല്പര്യമുള്ളവരോട് എനിക്ക് ആദ്യം പറയാനുള്ളത്, നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ മക്കളെ എങ്ങനെ പോറ്റണം എന്നുള്ളതിന് ചിന്തിക്കണം. ആദ്യം എത്രയോ കുറേ സമ്പത്തുണ്ടാക്കി വെച്ചിട്ട് പോരില്ല. ഈ സമ്പത്ത് അനുഭവിക്കാനുള്ള യോഗം മക്കൾക്കുണ്ടെങ്കിൽ നമ്മളെ മക്കൾ നന്നായിട്ടുണ്ടാവുള്ളൂ. ആ മക്കൾ നല്ല ഭക്ഷണം കഴിച്ച് നല്ല രീതിയിൽ ആരോഗ്യത്തോടു കൂടി ജീവിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ മാത്രമല്ല, നമ്മളെ മക്കൾ മാത്രമല്ല, മണ്ണിലുണ്ടാവുന്ന അതായത് ചെറിയ മണ്ണിര തൊട്ട് എല്ലാം നമുക്ക് നശിച്ചു കൊണ്ടുവന്ന് അതിനൊക്കെ പുനരുജ്ജീവിപ്പിക്കണം. അവരൊക്കെ ജീവിക്കണം, എന്നാലേ നമ്മളിതിൽ വരുള്ളൂ. അപ്പോൾ ജൈവ കൃഷി ആര് വിചാരിച്ചാലും സ്വയം ചെയ്യാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ്. നമ്മൾ മടി പിടിച്ച് മാറി നിൽക്കേണ്ട കാര്യമല്ല. നമ്മൾ വേണമെന്ന് വിചാരിച്ച് ചെയ്യാൻ പറ്റും. അതെ, നമ്മളെ മനസ്സിൽ അത്യാഗ്രഹം മാത്രം ഇല്ലാതിരുന്നാൽ മതി. അതില്ലാതിരുന്നാൽ തന്നെ നമുക്ക് കൃഷി നന്നായിട്ട് പോകും.